ഞാനാണ് പിന്നീട് പി എ ബക്കർ സാറ് സഖാവ് കൃഷ്ണപിള്ള എന്ന് പറയുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ആക്കിയപ്പോൾ സഖാവ് കൃഷ്ണപിള്ളയായിട്ട് അഭിനയിപ്പിച്ചത് തന്നെയാണ്. അങ്ങനെ സഖാവ് പി കൃഷ്ണപിള്ള എന്ന് പറയുന്ന ആ മഹാവ്യക്തിത്വം, വിപ്ലവത്തിൻ്റെ സൂര്യ തേജസ്, പോരാട്ട വീര്യം, അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ വിശുദ്ധി, ലാളിത്യം, ആത്മാർത്ഥത, സത്യസന്ധത, മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന നിലപാടുകൾ, ഇതെല്ലാം കണ്ടിട്ടാണ് എനിക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടും കമ്മ്യൂണിസത്തോടും ഒക്കെ ഉള്ളൊരു ആഭിമുഖ്യം ഉണ്ടാവുന്നത്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ചിന്തകളിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവുകയും പിന്നെ കമ്മ്യൂണിസം എന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്നു. അത് മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു വിമോചനത്തിൻ്റെ ഒരു തത്വശാസ്ത്രമാണ്. എല്ലാ മനുഷ്യർക്കും ഒരേ സമത്വത്തിൻ്റെ ഒരു നല്ല ഭാവി, സമഭാവനയുടെ, എല്ലാ മനുഷ്യർക്കും ശോഭനമായ ഒരു ഭാവി പ്രദാനം ചെയ്യുന്ന അങ്ങനെ ഒരു വലിയ ഒരു തത്വശാസ്ത്രം, ഒരു വലിയ ഒരു ചിന്ത. അപ്പോൾ അതിൻ്റെ പക്ഷം ചേർന്നുകൊണ്ട് കഴിഞ്ഞ ഏതാണ്ട് ഒരു 35ഓളം വർഷമായി അതിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന, ഒരിക്കലും പാർട്ടി അംഗത്വം എനിക്കില്ല, പക്ഷേ പാർട്ടിയുടെ കൂടെ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ ഒരു സഹയാത്രികനായി തുടരുന്ന ആളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ചില ലേഖനങ്ങൾ, എൻ്റെ ചില നിലപാടുകൾ, പ്രത്യേകിച്ചും കർഷക സമരത്തെക്കുറിച്ച്, ഇന്ധന വില വർധനവിനെക്കുറിച്ചൊക്കെയുള്ള ചില ലേഖനങ്ങളൊക്കെ ചില പത്രമാധ്യമങ്ങളിലൊക്കെ എഡിറ്റോറിയൽ പേജിലൊക്കെ വരുന്നു. എൻ്റെ ചില പ്രതികരണങ്ങൾ കാണുന്നു. ഇതൊക്കെ കണ്ടിട്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ഇങ്ങനെ ഒരു വൈസ് ചെയർമാൻ സ്ഥാനം ചുമതലയേൽക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് ഞാൻ ആ ഒരു ചുമതലയിലേക്ക് വരുന്നത്. അപ്പോഴും ഞാനൊരു സംഗീത നാടക അക്കാദമിയുടെയൊക്കെ ചുമതലയാണെങ്കിൽ നന്നായിരുന്നു. കാരണം ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നൊക്കെ ബിരുദം നേടിയ ആളാണ്. അതാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ താല്പര്യം കാണിച്ചു. പക്ഷേ പിന്നീട് വളരെ നിർബന്ധപൂർവ്വം ഈ ഒരു ആവശ്യം വരുന്നു. അങ്ങനെയാണ് ആ ഒരു സ്ഥാനത്തേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ചെയർമാൻ്റെ ചുമതലയിലേക്ക് വീണ്ടും മാറ്റുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ 2.5 വർഷക്കാലം ഈ വൈസ് ചെയർമാനായിട്ട് ചുമതല ഏൽക്കുമ്പോൾ, അത് ഞാൻ എവിടെയും പറയാത്ത കാര്യമാണ്, മാസം 10,000 രൂപയാണ് ആകെ ഓണറേറിയം എന്ന് പറയുന്നത്. അതൊരു വലിയ തുകയുടെ വലിപ്പത്തെക്കുറിച്ചല്ല. ഇത് പറ്റിക്കൊണ്ടാണ് ഒരു സിനിമ പോലും ചെയ്യാതെ പൂർണ്ണ സമയം, അപ്പോൾ താങ്കൾ ആത്മാർത്ഥമായും കഠിനാധ്വാനത്തിൻ്റെ കാര്യം ചോദിച്ചല്ലോ, അപ്പോൾ പൂർണ്ണ സമയം ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുകയും എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തത്. അപ്പോൾ അതൊന്നും അപ്പോഴും നമ്മൾ ഒരു സിനിമാ താരം എന്നൊക്കെയുള്ള ഒരു പരിഗണന വെച്ചിട്ട് ചില പരിപാടികൾക്ക് വിളിക്കുമ്പോൾ കിട്ടുന്ന ചില അവരുടെ പ്രതിഫലമൊക്കെ വെച്ചിട്ടാണ് എൻ്റെ ഒരു ജീവിതം തന്നെ മുന്നോട്ട് പോയത്. അപ്പോൾ അത്രയും നമ്മളൊരു അർപ്പണബോധത്തോടു കൂടി ചെയ്ത ഒരു ഇടം, ഒരു പ്രവൃത്തി, അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോൾ അതിനൊരു മാന്യത ഉണ്ടാകണം അതൊരു സാധാരണ മനുഷ്യന്റെ ഒരു വികാരം അല്ലെങ്കിൽ ഒരു പ്രതികരണം, അത്രയേ ഉള്ളൂ. ഇല്ല. സർക്കാരിനെതിരെ പരസ്യ നിലപാടിലേക്ക് എത്തുകയാണ് പ്രേംകുമാർ. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത് ആശാസമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ എന്നുള്ളതാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഉൾപ്പെടെ വ്യക്തമാക്കി.